നമ്മൾ ഇന്നു പോകുന്നത് രാജസ്ഥാനിലെ തലസ്ഥാനമായ ജയ്പൂരിലെ ലോകപ്രശസ്തമായ ഒരു സ്മാരകത്തിലേക്കാണ്. ഇത് ജന്തർ മന്ദർ, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ശാസ്ത്രവും ജ്യോതിശാസ്ത്രവും രാജകീയ ചരിത്രവും ഒറ്റ സ്ഥലത്ത് അനുഭവിക്കാനാകും. ജന്തർ മന്ദർ 18-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. ജയ്പൂർ നഗരത്തിൻ്റെ സ്ഥാപകനായ മഹാരാജാവ് സവായ് സിംഗ് രണ്ടാമനാണ് ഇതിനു പിന്നിൽ. അദ്ദേഹം ഒരു മഹാരാജാവായിരുന്നതിനൊപ്പം വലിയൊരു ശാസ്ത്രാനുരാഗിയുമായിരുന്നു. ജ്യോതിശാസ്ത്ര പഠനത്തിനു വേണ്ടി ഇന്ത്യയിലെ 5 ഇടങ്ങളിൽ അദ്ദേഹം നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ദില്ലി, വാരണാസി, ഉദയ്പൂർ, മഥുര, ജയ്പൂർ. ഇവയിൽ ജയ്പൂരിലേതാണ് ഏറ്റവും വലിയതും ഏറ്റവും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതും. ജന്തർ മന്ദറിനുള്ളിൽ മൊത്തം 19 വലിയ ഉപകരണങ്ങളുണ്ട്. എല്ലാം ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ജ്യോതിശാസ്ത്ര നിരീക്ഷണ ഉപകരണങ്ങളാണ്. ഇവ കല്ലും മാർബിളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാമ്രാട്ട് യന്ത്ര, ജയ്പ്രകാശ് യന്ത്ര, രാം യന്ത്ര, മിശ്ര യന്ത്ര എന്നിവയാണ് ഈ ഉപകരണങ്ങളിൽ ചിലത്. സാമ്രാട്ട് യന്ത്ര എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൺഡയലാണ്. സൂര്യൻ്റെ നിഴൽ ഉപയോഗിച്ച് സമയം കണക്കാക്കുന്ന ഉപകരണം. ഇന്നും 2 സെക്കൻഡ് വരെ കൃത്യമായി സമയം കണക്കാക്കാനാകും എന്നാണ് പറയപ്പെടുന്നത്. ജയ്പ്രകാശ് യന്ത്ര എന്നത് 2 വലിയ പാത്രങ്ങളുടെ ആകൃതിയിലാണ് ഉള്ളത്. ആകാശത്തിലെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇത് ഉപയോഗിക്കുന്നു. രാം യന്ത്ര എന്നത് സൂര്യൻ്റെ ഉയരം, ഓൾട്ടിറ്റ്യൂഡും അതുപോലെ തന്നെ ദിശയും കണക്കാക്കാനായി ഉപയോഗിക്കുന്നതാണ്. മിശ്ര യന്ത്ര എന്ന ഉപകരണം പലതരത്തിലുള്ള കണക്കുകൾക്കായി ഉപയോഗിച്ചിരുന്നൊരു സംയോജിത ഉപകരണമാണ്. ഈ വലിയ കെട്ടിടങ്ങൾ പോലുള്ള യന്ത്രങ്ങൾ കാണുമ്പോൾ തന്നെ 300 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ എത്രയോ മുൻപിലായിരുന്നു നിന്നിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടം നമ്മെ വിസ്മയിപ്പിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. പഴയ കാലത്ത് ജ്യോതിശാസ്ത്രം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു എന്നത് വ്യക്തമായി തോന്നും. ഇന്ന് നമ്മൾ മൊബൈൽ ആപ്പുകൾ കൊണ്ടും സൺറൈസ്, സൺസെറ്റ്, ടൈം സോൺ എല്ലാം നോക്കുമ്പോൾ അന്നത്തെ രാജാക്കന്മാർക്കും ശാസ്ത്രജ്ഞർക്കും ഇത്തരത്തിലുള്ള കല്ലുകൊണ്ട് നിർമ്മിച്ച യന്ത്രങ്ങൾ കൊണ്ട് തന്നെ അത്രയും കൃത്യതയോടെ കണക്കുകൾ കണ്ടെത്താനായിരുന്നു എന്നതാണ് വിസ്മയം. വിദ്യാർത്ഥികൾക്കും ശാസ്ത്രത്തിൽ താല്പര്യമുള്ളവർക്കും ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണിവിടം. അങ്ങനെ ഇന്നത്തെ യാത്ര ജയ്പൂരിലെ ജന്തർ മന്ദറിലായിരുന്നു. ജയ്പൂർ സിറ്റിയിലേക്ക് ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആംബർ ഫോർട്ട്, സിറ്റി പാലസ് എന്നിവയ്ക്കു പുറമെ ജന്തർ മന്ദറും കണ്ടിരിക്കണം. ഇത് ഒരു ശാസ്ത്രവിസ്മയം തന്നെയാണ്. മഹത്തായ ഭാരത സംസ്കാരത്തിൻ്റെ ശാസ്ത്ര മാന്ത്രികതയുള്ള ഒരു സ്ഥലം.